ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ പോസ്റ്റ് 2 നമ്മൾ വീണ്ടും നമ്മുടെ എഫ്സി മൊബൈലിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിന് മുമ്പായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലിലേക്ക് എന്നൊക്കെ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ക്വാളിഫൈഡ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ലാസ്റ്റ് ഗെയിമായി ഞാൻ ജോർജിയായിട്ട് കളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അറിയാതെ ഞാൻ അത് റെക്കോർഡാക്കാൻ മറന്നുപോയി. എന്തായാലും ജോർജിയയും ഏതൊരു കളി ജയിച്ച് അവരും കയറി. ഞാൻ ജയിച്ചത് 3-1 ആൻഡ് അപ്പം ഇത്രയും ടീമുകളാണ് നമ്മുടെ ഹീറോയിൻ്റെ ഞാൻ എഫ്സി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളത്. ജർമ്മനി, ഡെൻമാർക്ക്, ക്രൊയേഷ്യ, ഹംഗറി, നെതർലാൻഡ്, സ്ലൊവേനിയ, ഇംഗ്ലണ്ട്, ജോർജിയ, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, ബെൽജിയം, സ്പെയിൻ, ഫ്രാൻസ്, തുർക്കി, പിന്നെ പോർച്ചുഗൽ ആൻഡ് സ്ലൊവേനിയ. എനിക്ക് തോന്നുന്നു അത് ഓക്കെ, എനിക്ക് തോന്നുന്നു സ്ലൊവേനിയായിട്ട് കളിക്കാനുള്ള എന്തോന്നും. നമുക്ക് ഫസ്റ്റ് മാച്ചിലോട്ട് മുമ്പ് നമുക്ക് നമ്മുടെ ലൈനപ്പ് നോക്കാം. ലൈനപ്പിൽ ഇതൊക്കെയാണ് ടീം. ഞാൻ ഡിയാഗോ ജോട്ടേനെ ഇറക്കിയായിരുന്നു. അല്ലാതെ റാമോസിനെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുള്ളായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി പ്ലേ ടൈം ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുത്തതാണ് പ്ലേ ടൈം. എന്തായാലും റാമോസിനെ ഇറക്കിയിട്ട് ഡിയാഗോ ജോട്ടേനെ തന്നെ കയറ്റിയേക്കാം. ആൻഡ് ഇത് തന്നെയാണ് ലൈനപ്പ്. ഇത് തന്നെയാണ് റൗണ്ട് ഓഫ് 16 കളിക്കാൻ പോകുന്നതും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് കിടക്കാം. അതിന് മുമ്പായി നിങ്ങളെല്ലാം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലേക്ക് നിൽക്കിയാൽ ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം എല്ലാം ചെയ്യുക. അതൊക്കെ നേരെ ഫസ്റ്റ് മാച്ചിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസാണ് ഫസ്റ്റ് മാച്ച്. ആരായിട്ടാണ് നോക്കാം. ഐ തിങ്ക് സ്ലൊവേനിയൊക്കെ നമ്മൾ കളിക്കാനുള്ളത്. ഓക്കെ, അവരുടെ ടീം നമുക്ക് നോക്കാം. നമ്മുടെ ടീം ഇതാണ്. ആൻഡ് അവരുടെ ടീം നോക്കാം. നമ്മൾ ഹോം ജേഴ്സിയാണ്. പുള്ളിയാണ്, ബ്ലാക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ കളിയിലൂടെ നടക്കാം. റൊണാൾഡോയുടെ ടച്ചോടെ തന്നെ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഹൈലൈറ്റ്സ് ഉണ്ടെങ്കിൽ കാണിക്കാം ഗൈസ്. വീണ്ടും ഗൈസ് മുന്നേറ്റം. റൊണാൾഡോ ടു റഫേലിയാവോ പിടിക്കാൻ പറ്റി. ആരാ നോക്കിയില്ല. ഷോട്ട്. ഐ തിങ്ക് ഡിയാഗോ ജോട്ട പോയി ബ്രോ. അത്ര നല്ല ഷോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു മുന്നേറ്റം. വീണ്ടും നമ്മുടെ ഡിഫൻസ് കടന്നു പോകാൻ. ഓ വാട്ടേ. ഓക്കെ, നമ്മുടെ ഡിഫൻസ് കടന്നു പോകാൻ പറ്റുന്നില്ല. റൂബൻ ഡിയാസ് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോർണർ അവർക്കാണ്. ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഡിയാഗോ കോസ്റ്റ പിടിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും ഗൈസ് നമുക്കൊരു മുന്നേറ്റം. പക്ഷേ ബോൾ പുറത്തേക്കാണ് പോയത്. വീണ്ടും ഗൈസ് ഒരു മുന്നേറ്റം. വീണ്ടും ആരോ ഡിയാഗോ ജോട്ടയുടെ ഫസ്റ്റ് ഗോളോടെ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നൈസ് സെലിബ്രേഷൻ. ആൻഡ് 1-0 സ്ലൊവേനിയൻ്റെ ഫസ്റ്റ് ഗോൾ വലയിലോട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെപ്പെ ടു റഫേലിയാവോ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം 1-0 ആൻഡ് സെക്കൻഡ് ഹാഫ്. ഓക്കെ ഗൈസ്, വീണ്ടും മുന്നേറ്റം. സിൽവയുടെ ഒരു ബാക്ക്. സിൽവയുടെ പാസ്. ഞാനത് ഫ്രണ്ടിലോട്ട് കൊടുക്കാനാണ് ഉറപ്പായിട്ട്. റൊണാൾഡോട്ടായിപ്പോയി. റിയൽ ലൈഫിൽ ഇവരുണ്ടായിരുന്നൊന്നും അല്ല. എന്തായാലും ഗെയിമിൽ രണ്ടുപേരും ചാവട്ടെ. ആൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആണ്. റൊണാൾഡോയുടെ ലോങ് റേഞ്ചർ ഓൺ ടാർഗറ്റ് അല്ലായിരുന്നു. നല്ലോണം വൈഡായിപ്പോയി. എന്താണ് ഏറ്റവും സിൽവ ബാക്ക് ടു
ബ്രൂണോ ഫെർണാണ്ടസ്. വീണ്ടും ബ്ലോക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ക്രോസ് നൽകാം. ഡിയാഗോ ജോട്ട നല്ല ക്രോസ് ആയിരുന്നെങ്കിലും ഡിഫൻഡേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിസ്. വീണ്ടും നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റുകൾ, എക്സ്ട്രാ ടൈം ഇല്ല. നമുക്കൊരു ലോങ് റേഞ്ച് അടിക്കുന്നതിന് മുമ്പ് തന്നെ കളി കഴിഞ്ഞിട്ടുണ്ട്. 1-0 സ്ലൊവേനിയ പൊട്ടിച്ച് വിട്ടുകൊണ്ട് നമ്മൾ ക്വാർട്ടർ ഫൈനലിലോട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് ക്വാർട്ടർ ഫൈനൽ ആരായിരിക്കും എന്ന് നോക്കാം. നമുക്ക് റിയൽ ലൈഫിൽ പോലെ തന്നെ സ്ലൊവേനിയ തന്നെയായിരുന്നു കിട്ടിയേക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെയായി. റിയൽ ലൈഫിൽ സ്ലൊവേനിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ പറ്റിക്കില്ല ഗൈസ്. ആൻഡ് ഫ്രാൻസ് റിയൽ ലൈഫ് പോലെ തന്നെയാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രാൻസ് 4-2 തുർക്കിനെ പൊട്ടിച്ച് വിട്ടുകൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പുറം ഇറ്റലിയും ബെൽജിയമുമാണ്. ഇപ്പുറം ജർമ്മനി ആൻഡ് കൊറേഷ്യ ബെനാറ്റി ഷൂട്ടൗട്ടിലാണ് ഹംഗറീനെ പൊട്ടിച്ചത്. ഇപ്പുറം നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ഓർ സ്പാനിഷ് ആവില്ല, കാരണം സ്പെയിൻ പൊട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്വാർട്ടർ ഫൈനലിലോട്ട് കിടക്കാം. ക്വാർട്ടർ ഫൈനലിൽ നിങ്ങളുടെ പ്രഡിക്ഷനൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി കഴിച്ചത്. ആൻഡ് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഫോർമേഷൻ ഒന്ന് മാറ്റിയാലോ എന്നതിൻ്റെ ഇതുണ്ട്. നമുക്കെന്തായാലും നെവാസിനെ നമുക്ക് ഒറ്റാവിക്ക് പകരം ഇറക്കാം. ആൻഡ് വേറെ മാറ്റങ്ങൾ റൊണാൾഡോനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിക്കോളാം. ഇപ്പം റാമോസ് കളിക്കട്ടെ. ഇത്രയേ ഉള്ളൂ മാറ്റങ്ങൾ. ഐ തിങ്ക് എനിക്ക് ജാവോ ഫെലിക്സിനെ കയറ്റണം എന്നുണ്ട്, പക്ഷേ വിങ് ഇതല്ലാത്തത് കൊണ്ട് നോ ബ്രോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെയാണ് നമ്മുടെ ടീം. ആൻഡ് ഇതാണ് നമ്മുടെ ടീം. ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോനെ ഇറക്കിക്കോളാം. അപ്പം ഇതാണ്. ഓക്കെ, നമുക്ക് ഫ്രാൻസിന് എതിരെ നമുക്ക് കളിക്കാൻ പോകുന്നത്. എത്ര ഗോളിലാണ് ജയിക്കുമെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രഡിക്ഷനൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളെ FC ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നിങ്ങൾക്ക് വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ. അവരോടൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറ. ഓക്കെ, അപ്പം നമുക്ക് നേരെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവരുടെ ടീം നമുക്കൊന്ന് നോക്കാം. എംബാപ്പെ ഉണ്ട്, ജിറൂഡും ഉണ്ട്, ഡെംബലൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഈ ടീമാണ്. ഞാൻ റൊണാൾഡോനെ റെസ്റ്റ് എടുത്തേക്കുവാണ്. നമ്മളിത് കയറിയാൽ തന്നെ നമുക്ക് സെമി ഫൈനലിൽ റൊണാൾഡോ കളിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റൊണാൾഡോ റെസ്റ്റ് കൊടുത്തേക്കുവാണ്. ഞാൻ ഹൈലൈറ്റ്സ് ഉണ്ടെങ്കിൽ കാണിക്കാം. വീണ്ടും ഗൈസ് ഒരു മുന്നേറ്റം. ആൻഡ് ആരോ ഷോട്ട്. ആരാ റാമോസ്. റൊണാൾഡോയ്ക്ക് പകരക്കാരനായി ഇറക്കിയ റാമോസ് 6-ാം മിനിറ്റ് തന്നെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഗോൾ അടിച്ചുകൊണ്ട് നമ്മുടെ ഫ്രാൻസിന് എതിരെ ആദ്യ മിനിറ്റുകൾക്ക് തന്നെ ഗോൾ അടിച്ചുകൊണ്ട് 1-0 ഫ്രാൻസിനെ പൊട്ടിച്ചുകൊണ്ടിട്ട് സെമിയിലോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അവരുടെ മുന്നേറ്റം പക്ഷേ അതിൽ നമ്മുടെ ഡിഫൻസ് പൊളിയാണ്. അതുകൊണ്ട് നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് ആൻഡ് പാസ്. ഓ മൈ ഗോഡ്, അവിടെ എത്ര ഫ്രീ ഉണ്ടായിരുന്നു, എന്നിട്ട് നല്ലൊരു പാസ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്താണ് ഈ ടീം? വീണ്ടും ഗൈസ് മുന്നേറ്റം. വീണ്ടും റാമോസ് ടു ഡിയാഗോ ജോട്ട ലോങ് റേഞ്ചർ ബ്ലോക്ക് ആവുന്നു. ബട്ട് റാഫേൽ ലിയാവോണ്ട് അടിക്കാൻ പറ്റുന്നില്ല. വാട്ട് എ ഡിഫൻസ്. നമുക്ക് കോർണർ പോലും ആകാതെ പിടിച്ചേക്കുവാണ്. നമ്മൾ ലീഡിങ്ങിലൂടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്നു. ആ ഷോട്ടോടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്നു. 1-0 നമ്മൾ ഫ്രാൻസിനെതിരെ പൊട്ടിച്ച് വിടും എന്നൊരു വിശ്വാസത്തിൽ നമ്മുടെ റാമോസിൻ്റെ ടച്ചോടെ നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കോർണർ കിട്ടിയിട്ടുണ്ട്. ബ്രോ, ഞാൻ ആർക്ക് കൊടുക്കാൻ പോയി? ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഷോട്ട്. ഒരു ബൈസൈക്കിൾ കിക്ക് അടിക്കാനാണ് നോക്കിയത്. ഐ തിങ്ക് നോ കോർണർ.
അത് എന്തിനാ പൊട്ട ബൈസൈക്കിളായിരുന്നു. എന്തായാലും നമ്മളിപ്പോഴും ലീഡിങ്ങിൽ തന്നെയാണ്. ഞാനൊരു ഷോട്ട് അടിച്ച് നോക്കി, ആ ഷോട്ട് ഗോൾ കീപ്പറുടെ കൈ തട്ടി പോയത് കൊണ്ടാണ് നമുക്ക് കോർണർ കിട്ടിയത്. കോർണർ കിട്ടി ഞാൻ എടുത്തപ്പോഴേക്കും തന്നെ ഒരു മിസ് പാസിലൂടെയാണ് പോയാൽ ചാൻസ് പാസ് ഹെഡർ വെക്കാൻ പറ്റുന്നില്ല. നമുക്ക് റൊണാൾഡോനെ കയറ്റാം, ഡിയാഗോ ജോട്ടയ്ക്ക് പകരം റാമോസ് ഫുൾ ടൈം കളിക്കട്ടെ. റാമോസിൻ്റെ പ്ലേ ടൈം ഒന്നും കിട്ടുന്നില്ല, റാമോസ് കളിക്കട്ടെ. ആൻഡ് നവാസിന് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ല അത് സാറ് ഞാൻ നോക്കിയില്ല. ആൻഡ് റഫേൽ ലിയാവോ ഷോട്ട് അടിച്ചതിലും ബ്ലോക്കായി തിരിച്ചു വന്നിരിക്കുന്നു. ലാസ്റ്റ് മിനിറ്റുകൾ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അവിടെ ഒരു മുന്നേറ്റം ബട്ട് അവരുടെ മുന്നേറ്റം പറ്റുന്നില്ല. ആൻഡ് വീണ്ടും പാസ് ബട്ട് അതും പറ്റുന്നില്ല. ലാസ്റ്റ് 83 മിനിറ്റുകൾ റൊണാൾഡോയ്ക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഷൂട്ടഡ്, ആ ഹെഡ് ആരാന്നെനിക്ക് നോക്കിയില്ല, ഹെഡർ വർക്കായില്ല. ലാസ്റ്റ് 4 മിനിറ്റാണ് കളിക്കാൻ വേണ്ടി ഒരു ടച്ചിങ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ പറ്റുന്നില്ല. ലാസ്റ്റ് മിനിറ്റുകൾ അവിടെ ഒരു മുന്നേറ്റം. പാസ് കൊടുക്കൂ, നമുക്ക് ടൈം കളയാം. ആൻഡ് ഫൈനൽ വിസിൽ മുഴങ്ങിയേക്കുവാണ്. 1-0 1-0 ഫ്രാൻസിനെ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. ആൻഡ് വാട്ട് എ ഗെയിം. 1-0 നമ്മൾ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ആൻഡ് സെമി ഫൈനൽ ആരായിട്ടാണ്? എംബാപ്പെ ഒന്നും ബോൾ തൊട്ട് പോലും ഇല്ല, അതുപോലെയാണ്. മൈ ഗോഡ്, ഇറ്റലിനെ പൊട്ടിച്ചോണ്ട് നമുക്ക് ബെൽജിയമാണുള്ളത്. ഇപ്പറയിൽ ഇംഗ്ലണ്ടിനെ പൊട്ടിച്ചോണ്ട് നെതർലാൻഡ്സും കയറി. 3-1 ക്രൊയേഷ്യയെ പൊട്ടിച്ചോണ്ട് ജർമ്മനിയും കയറി. ആൻഡ് സെമി ഫൈനൽ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് സെമി ഫൈനലിലോട്ട് കടക്കാം. അതിന് വേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡ് ഉടനെ വരും. അപ്പം അപ്പൂസ് 2.0 സാറിന് ഞാൻ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.